കുറച്ച് നാൾ മുന്നേ വരെ എൻ്റെ ലൈഫ് ഫുൾ സ്റ്റക്കായിരുന്നു. ഡെയിലി സെയിം റൊട്ടീൻസ്, സെയിം തോട്ട്സ്, സെയിം ടയേർഡ് ഫീലിംഗ്. ഫോൺ എടുത്ത് എപ്പോഴും സ്ക്രോൾ ചെയ്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ ലൈഫ് കണ്ടുകൊണ്ടിരിക്കുക, മോട്ടിവേഷണൽ വീഡിയോസ് കാണുക. ആ സമയത്ത് ഭയങ്കര മോട്ടിവേഷനൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ നെക്സ്റ്റ് ഡേ വീണ്ടും സെയിം ലൈഫ് തന്നെ. ഭയങ്കര കാര്യമായിട്ട് ഓരോന്ന് പ്ലാൻ ചെയ്യും. നാളെ തൊട്ട് എക്സസൈസ് ചെയ്യണം, നാളെ തൊട്ട് ഹെൽത്തി ഫുഡ് കഴിക്കണം, പ്രൊഡക്റ്റീവ് ആവണം. പക്ഷേ ആ നാളെ ഇതുവരെ വന്നിട്ടില്ല എന്ന് മാത്രം. ഞാൻ ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. ബിക്കോസ് ഓണസ്റ്റ്ലി എനിക്ക് തോന്നിയിരുന്നത് ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമേ അല്ലായിരുന്നു എന്നാണ്. ലൈഫ് ഒന്ന് ഓൾറെഡി ഭയങ്കര ടയറിങ് ആണ്. കുറേ അധികം സ്ട്രെസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒന്നും ചെയ്യാനായിട്ട് ഒട്ടും എനർജി ഇല്ല, ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ആൻഡ് സ്ലോലി എഫേർട്ട് ഇടുന്നത് വരെ ഞാൻ നിർത്തി. സെൽഫ് കെയർ നിർത്തി. നല്ലൊരു ഫോട്ടോ എടുക്കാറില്ല, മിററിൽ നോക്കാറില്ല. ഞാൻ എന്നെ തന്നെ പതിയെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് എൻ്റെ ലൈഫ് ഭയങ്കര നോർമലായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവും. പക്ഷേ ഇൻസൈഡ് ഞാൻ മെൻ്റലി ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. എനിക്ക് തോന്നി എന്ത് ചേഞ്ചാണ് ഇനി എൻ്റെ ലൈഫിൽ ഉണ്ടാവാനുള്ളത്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു കീപ് വെയിറ്റിംഗ് ഫോർ ദ മോട്ടിവേഷൻ, നത്തിങ് വിൽ ചേഞ്ച്. എക്സാക്ട്ലി, നത്തിങ് വിൽ ചേഞ്ച്. ബിക്കോസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് ദിവസം നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ മോട്ടിവേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് ഞാൻ ചെറിയൊരു ഡിസിഷൻ എടുത്തത്. ലൈഫ് മൊത്തം എന്താണ് നമുക്ക് ഓവർ നൈറ്റിൽ മാറ്റാനൊന്നും പറ്റത്തില്ല, പക്ഷെ ഡെയിലി കുറച്ച് ബെറ്റർ ആവാൻ പറ്റുമല്ലോ. ഓണസ്റ്റ്ലി സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. രാവിലെ ഒരു 5 മിനിറ്റ് നടക്കുക, ഡെയിലി വെള്ളം കുടിക്കുക, ചെറുതായിട്ട് 1-2 സ്റ്റെപ്പൊക്കെ ഉള്ള സ്കിൻ കെയറുകൾ ചെയ്യുക, മോർണിംഗ് കുറച്ച് നേരത്തെ എണീക്കാൻ ട്രൈ ചെയ്യുക. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തോന്നത്തില്ല. എൻ്റെ ലൈഫ് അങ്ങനെ സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് അത് ഭയങ്കര ഒരു ബിഗിനിങ് ആയിരുന്നു കേട്ടോ. ബിക്കോസ് ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഡെയിലി അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇതൊന്നും ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ചില ദിവസമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും, ചില ദിവസം ഭയങ്കര ടയറിങ് ആയിരിക്കും, ചില ദിവസം സീറോ മോട്ടിവേഷൻ ആയിരിക്കും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്നും അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. മുന്നേയൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗീവ് അപ്പ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ബാഡ് ഡേ വന്നാലും നെക്സ്റ്റ് ഡേ മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പഠിച്ചു. ആൻഡ് ഓണസ്റ്റ്ലി അതാണ് എന്നെ പതിയെ മാറ്റിയത്. ഒക്കെ യൂഷ്വലി തിങ്ക് ചെയ്യുന്നത് ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള മോർണിംഗ് റൊട്ടീന്, പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി, അല്ലെങ്കിൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങനെ ഡ്രമാറ്റിക് ആയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഓവർനൈറ്റിലൊന്നും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഡെയിലി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ഷൻസാണ് നമ്മളെ മാറ്റുന്നത്. ഡെയിലി കുറച്ച് ഹെൽത്തി ചോയ്സ് എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ഒരു എഫേർട്ട് ഇടുന്നതായിരിക്കാം. എന്തും ആകാം. ആക്ട് ഡെയിലി, ഇമ്പ്രൂവ് ഡെയിലി, അങ്ങനെയാണല്ലോ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് മനസ്സിലാവുന്നത്. എസ്പെഷ്യലി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരാളും ഇല്ലാത്തൊരു സമയത്ത് എഫേർട്ട് ഇടുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള റിസൾട്ട് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നു, പക്ഷേ വെയിറ്റ് സെയിമാണ്, സ്കിന്ന് സെയിമാണ്, ലൈഫ് സെയിമാണ്. അപ്പോൾ നമുക്ക് തോന്നും, നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇതിന് ചെയ്യുന്നത്, ഒരു മാറ്റവും കാണുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ ലൈഫിൽ ഓരോ ഗ്രോത്ത് സംഭവിക്കുന്നത്. ഒരു ചെടി നമ്മൾ നട്ടു വെച്ചാൽ അതിൻ്റെ റൂട്ടാണ് ആദ്യം സ്ട്രോങ് ആവുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ലൈഫിലുള്ള ഗ്രോത്തും. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് വിസിബിൾ അല്ല എന്ന് വെച്ചിട്ട് ഒരു ഗ്രോത്തും ഇല്ല എന്ന് അതിനർത്ഥമില്ല. നമ്മൾ ഡെയിലി എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻസൈഡ് എന്തെങ്കിലും ചേഞ്ചസ് നടക്കുന്നുണ്ടാവും. നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവുന്നുണ്ടാവും, നമ്മൾ സ്ലോലി ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുന്നുണ്ടാവും, കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യുന്നുണ്ടാവും. ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണി എപ്പോഴും അത്ര എസ്തറ്റിക്കൊന്നും ആയിരിക്കില്ല കേട്ടോ. സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ കാണുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റിങ്ങോ റൊട്ടീൻസോ ട്രാൻസ്ഫോർമേഷൻസോ ഒന്നും നമ്മുടെ റിയൽ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ദിവസമൊക്കെ നമ്മുടെ റൂം ഭയങ്കര മെസ്സി ആയിരിക്കും, നമ്മൾ മെൻ്റലി ഭയങ്കര ടയേർഡായിരിക്കും, ചിലപ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇന്ന് കരയാൻ തോന്നും, ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മതി എന്ന് തോന്നും.
പക്ഷേ ആ ദിവസങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ വീക്കായിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ചില സമയങ്ങളിൽ നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഫീലിങ്സൊക്കെ തോന്നുന്നത്. മുന്നെയൊക്കെ ഞാനും വിചാരിച്ചിരുന്നത് കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എല്ലാ കാര്യങ്ങളും ഭയങ്കര കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബാഡ് ഡേയ്സ് വന്നാലും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പലപ്പോഴും ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് അവരെത്ര കോൺഫിഡൻസ് ആണ്, അവർക്ക് എന്ത് ഡിസിപ്ലിനായിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ മേ ബി അവരും ഒരിക്കലും ഇതുപോലെ നമ്മളെപ്പോലെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. കോൺഫിഡൻസ് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ വരുന്നൊരു കാര്യമൊന്നുമല്ല. ഡെയിലി നമ്മളോട് തന്നെ ചെയ്യുന്ന പ്രോമിസസ് നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നേരത്തെ എണീക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ എണീക്കുക. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ഈവൻ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പ്രോമിസ് ആണെങ്കിൽ പോലും നമ്മളത് ചെയ്യുന്ന സമയത്ത് അത് നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും നമ്മൾ ഈ റിസൾട്ടിൽ മാത്രമാണ് കൂടുതൽ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ വെയിറ്റ് ലോസ് ആണെങ്കിലും ക്ലിയർ സ്കിൻ ആണെങ്കിലും ബെറ്റർ ലൈഫ് ആണെങ്കിലും എല്ലാം നമ്മൾ ആ റിസൾട്ടിൻ്റെ പുറകെയാണ് പോകുന്നത്. ആ റിസൾട്ടിൻ്റെ പിന്നിലുള്ള ബോറിംഗ് ആയിട്ടുള്ള റൂട്ടീൻസോ അല്ലെങ്കിൽ സൈലൻറ്റ് എഫേർട്ട്സോ ഇതൊന്നും നമ്മൾ കാണാറില്ല. സക്സസ് ആയിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് മോട്ടിവേഷൻ ഉള്ളപ്പോൾ മാത്രം വർക്ക് ചെയ്യുന്നവരല്ല. മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസവും അവർ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ചെറിയ ചെറിയ എഫേർട്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് ഡെയിലി ചെയ്യുന്ന സമയത്ത്, ചെറിയ ചെറിയ എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഇവൻച്വലി നമ്മുടെ ലൈഫിലൊരു ചേഞ്ച് വരും. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഒരു 2-3 മാസത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് വീണ്ടും 1-2 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. മേ ബി മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടൻറ്റ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണോ കറക്റ്റ് ഒരു മൂഡ് വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണോ വീഡിയോ ചെയ്യാൻ തോന്നുന്നത് ആ ഒരു കറക്റ്റ് ഒരു കം ബാക്ക് മൊമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വെയിറ്റിംഗ് ഡസൻറ്റ് ചേഞ്ച് എനിത്തിങ്. ആക്ഷനാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. ആക്ട് ഡെയിലി ആൻഡ് ഇംപ്രൂവ് ഡെയിലി. ഇപ്പോൾ ഞാൻ അതിനെ കാണുന്നത് ഒരു പ്രഷറായിട്ടല്ല, ഒരു സെൽഫ് റെസ്പെക്റ്റായിട്ടാണ്. ഇപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാനത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് എന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെയാണ്. ഐ സ്റ്റിൽ കെയർ അബൌട്ട് മൈ ലൈഫ് എന്നുള്ളത് പോലെ, അല്ലെങ്കിൽ ഐ സ്റ്റിൽ വാണ്ട് ടു ഗ്രോ എന്നുള്ള രീതിക്ക്. ചില സമയത്തൊക്കെ അത് ഇനഫാണ്. നമ്മുടെ ലൈഫൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. എപ്പോഴും ചില സമയത്തൊക്കെ ഇപ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര മടി തോന്നാറുണ്ട്, ക്ഷീണം തോന്നാറുണ്ട്, ചില ദിവസം ഒട്ടും എനർജി ഇല്ലാത്ത പോലെ, ഭയങ്കര കൺഫ്യൂഷൻസ് ഉള്ള പോലെ ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ ചെറുതാണെങ്കിലും ആ ഒരു എഫേർട്ട് എടുത്ത് ക്വിറ്റ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുക. സ്ലോ ഗ്രോത്ത് പല സമയത്തും നമുക്ക് ഭയങ്കര റിയൽ ആയിട്ട് ഫീൽ ചെയ്യും. അത് നമ്മൾ പേഷ്യൻസും ഡിസിപ്ലിനും സെൽഫ് ട്രസ്റ്റും ഒക്കെ പഠിപ്പിക്കും. ആൻഡ് നമ്മുടെ ഒരു എഫേർട്ടും ഒരു ദിവസം പുറത്തേക്ക് വരും, അതിൻ്റെ ഒരു റിസൾട്ടും പുറത്തേക്ക് വരും. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഇൻസൈഡ്, നമ്മുടെ ഉള്ളിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് മാറ്റേഴ്സ് മോർ. സ്റ്റാർട്ട് സ്കെയർഡ്, സ്റ്റാർട്ട് ടയേർഡ്, സ്റ്റാർട്ട് മെസ്സി. ഒന്നും ഒരു പ്രശ്നമല്ല, ജസ്റ്റ് സ്റ്റാർട്ട്. ബിക്കോസ് ഫ്യൂച്ചർ ലൈഫ് ബെറ്റർ ആണെങ്കിൽ ഡെയിലി ചെയ്യുന്ന സ്മോൾ എഫേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മേ ബി ഫ്യൂ മന്ത്സ് കഴിഞ്ഞ് ഇന്നത്തെ നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടാവും. ഏതോ ഒരു മൂവിയിൽ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും, വീണ്ടും ഓടുന്നവർക്ക് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്ന കാര്യം എന്താണ്, അതിനുവേണ്ടി എന്തൊക്കെ എഫേർട്ടാണ് നിങ്ങൾ ഇടുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.